നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നെഗറ്റീവ് തോട്ട്സും, അല്ലെങ്കിൽ ഒരാൾ നെഗറ്റീവ് പറഞ്ഞതിൽ നമ്മൾ അവിടെ ഒരു തളർന്നു പോകുന്ന ഒരവസ്ഥ. സോ ഈ നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല. സോ ഇതുപോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ കണ്ടന്റ് ആയിരിക്കും ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഈ നെഗറ്റീവ് തോട്ട്സ്? നെഗറ്റീവ് തോട്ട്സ് നമുക്കറിയാം, മേ ബി ഒരാൾ പറഞ്ഞ ബേസിലാവാം. ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. മേ ബി ഒരാൾ പറഞ്ഞ ബേസിലാവാം. അതുപോലെ തന്നെ ഇനി അതല്ല, നമ്മൾ തന്നെ സ്വയം ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാം. നമുക്ക് വല്ല ഗ്രോത്ത് ഇല്ലല്ലോ, ഇമ്പ്രൂവ്മെന്റ് ഇല്ലല്ലോ, ഒരു മാറ്റം ഇല്ലല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ ആണല്ലോ, പണ്ടുള്ള പോലെ തന്നെ ആണല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരാം. സോ ഈ നെഗറ്റീവ്സിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്മൾ വീക്ഷിക്കുന്നു, നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളെ ഗ്രോത്ത് എന്നുള്ളത്. സോ അതൊരു എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. അതായത് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ മുന്നിൽ പറയാനുള്ള പേടി. അടുത്തത് ഇതെല്ലാം കൂടിയും സ്ക്രിപ്റ്റ് ചെയ്തിടണം, എങ്ങനെ ഇവിടുന്ന് റിസർച്ച് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അതിന് കുറെ സമയം പോകില്ലേ എന്നുള്ളത്. 3, ഇതിനുള്ള സെറ്റപ്പ് ഇല്ല, ലൈറ്റ് ഇല്ല, ക്യാമറ ഇല്ല, അതില്ല, ഇതില്ല എന്നുള്ള ഇഷ്യൂസ്. ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം വന്ന് നെഗറ്റീവ് തോട്ടായി മൈൻഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഓഫ് കോഴ്സ് ഞാൻ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പിന് വേണ്ടി മൈക്ക് ഞാൻ സെറ്റ് ചെയ്തു, അത് സെറ്റ് ചെയ്തു, ലൈറ്റ് സെറ്റ് ചെയ്തു. പക്ഷെ ഇതൊക്കെ പോയിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിൽ അതിന് ഓവർ സപ്പോർട്ടും ഇല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാതെ അവിടെ നിൽക്കും. പക്ഷേ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ നമ്മൾ അങ്ങനെയാണ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. മറിച്ച് നമുക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? അതൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, അതവിടെ ബ്രേക്ക് ചെയ്യണം. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു സോൺ ഉണ്ടാവും, ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ എന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നോ അന്ന് തൊട്ടായിരിക്കും നിങ്ങൾ ഗ്രോത്ത്. സോ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് പല ടൈപ്പിൽ വരാം. ഈ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ എലമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് വരാം. അതല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് അത്യാവശ്യം കുറെ വീഡിയോസ് ചെയ്തതിന് ശേഷം എനിക്കൊക്കെ സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞാൻ അറിയുന്ന നാട്ടിലുള്ള ഒരാള്, ഞാനിങ്ങനെ പോകുന്ന സൈഡിൽ ഒരു റോഡ് സൈഡിൽ നിന്ന് കണ്ടിട്ട് അയാൾ എന്നോട് ചോദിച്ചു, എല്ലടോ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, വീഡിയോസ് ഒക്കെ കാണല്ലോ, വല്ല കാര്യമുണ്ടോ എന്നുള്ളത്. സോ ഒബ്വിയസ്ലി ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ടേ പറഞ്ഞൊരു നമുക്കുള്ള ആൾക്കാർ, നമ്മളെ ചുറ്റുള്ള ആൾക്കാർ 1-2 ടൈപ്പ് ഉണ്ടാവും. നമ്മളെ തളർത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിക്കോട്ടെ അല്ലെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ മൂപ്പര് കംപ്ലീറ്റ്ലി ഞാൻ എന്തിനു ചെയ്യണം, ഇതിനൊന്നും കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സോ അവിടെ ഞാനത് കേട്ടിട്ട് എനിക്കത് ഫീൽ ആയിട്ട് ഞാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പിന്നീട് കോണ്ടന്റ് ചെയ്യും. ഈവൻ ഞാൻ അതിന് ശേഷം മാത്രം ഒരു 100 എബോവ് കോണ്ടന്റുകൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. റീസെന്റ് കഴിഞ്ഞൊരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ പേഴ്സണൽ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാനത് പറഞ്ഞത്. ഇനി എൻ്റെ ബിസിനസ് ലൈഫിൽ വന്നൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ചില മാസങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ബിസിനസ് വർക്ക് ചെയ്യുന്നത് സെയിൽസിന്റെ ബേസാണ്. ചില മാസം സെയിൽസ് വളരെയധികം താഴോട്ടേക്ക് പോകും. ആ സമയത്ത് നമുക്ക് നല്ല നെഗറ്റീവ് ഉണ്ടാവും. നമ്മളെ ടീമിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, നല്ല നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് തോട്ട്സിൽ നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനും ചില സമയത്ത് അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്ര നെഗറ്റീവ് വന്ന് ചില പൈസ നഷ്ടം വന്നു, ചില ഫീസ് കിട്ടുന്നില്ല, ചില പ്രശ്നങ്ങൾ, ടീമിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ, സെയിൽസ് നടക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒപ്പരം വന്ന സമയത്ത് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലിക്ക് പോയാലോന്ന് വരെ തോന്നിയേക്കാം. സോ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിന് നമ്മളെ ലൈഫിലും ബിസിനസ്സിലും. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഡിപ്രഷൻസ് ആയിക്കോട്ടെ, മറ്റ് വളരെ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നിങ്ങളെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൗൺസിലിങ്ങും എക്സ്പെർട്ടിന്റെ അടുത്ത് എന്തായാലും പോകണം. അതായത് നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു സൈക്കോളജിസ്റ്റോ ഒരു എക്സ്പെർട്ടോ അല്ല, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളെ വെച്ച് ഷെയർ ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. സോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്ക് ചെയ്യുന്ന വർക്കില്ല, നമ്മൾ വളരെ സമയം ഒഴിവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
കൂടുതൽ അതിനെക്കുറിച്ച് വീണ്ടും 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 ചിന്തിച്ച് ആ ഒരു നെഗറ്റീവിലെ മാക്സിമം പൊട്ടൻഷ്യൽ വേല നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഓവർ നെഗറ്റീവ് ആവാനും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കിലേക്ക് വരെ അത് റിഫ്ലക്ട് ചെയ്യും. അതിനെക്കൊണ്ട് നിങ്ങളെ വർക്കായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അതിന് ഒറ്റയടിക്ക് ഫുൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, വർക്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോകും, അങ്ങനെ ചെയ്യും. പക്ഷെ ഈവൻ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തോന്നും നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യം, ഒരിക്കലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സിലേക്ക് ഫോക്കസ് ചെയ്യരുത്. അതായത് നിങ്ങൾ ഒരു നെഗറ്റീവ് തോട്ടുള്ള അപ്പോൾ റീൽസ് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് റീൽസിൽ തന്നെ ഫോക്കസ് ചെയ്യും. അവിടെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് അവിടെ വീണ്ടും വീണ്ടും കൂടുക തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലേക്ക് പോകരുത്. നെഗറ്റീവ് തോട്ട്സ് ഉള്ളപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. 2, ഒരു വാക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ഫിസിക്കൽ വാക്കിന് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. 3, ഞാൻ ഈ പറയുന്ന കാര്യം ഞാനൊന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്ത ബേസിലാണ്. 3ാമത്തെ കാര്യം എന്താ വെച്ചാൽ, ജേർണൽ ചെയ്ത്, അതായത് നിങ്ങൾ കുറച്ച് നോട്ട്സ് ചെയ്ത്, അത് പ്രാക്ടിക്കലി എന്നുള്ള ചെയ്യുക, ഡിജിറ്റൽ ചെയ്യാതെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്യുക. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ നെഗറ്റീവ് തോട്ട്സ് ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു, നിങ്ങളെ ലൈഫിലും നിങ്ങളുടെ ബിസിനസ് ലൈഫിലും നിങ്ങൾക്ക് ഗ്രാഫ് താഴോട്ടേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലും അതിനൊരു ഹെൽപ്പ് വരാനില്ല. പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനും പറ്റും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ താങ്ക് യു.